കണ്ടസ്റ്റന്റ് ഈസ് നെവിൻ. ഈ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ഉള്ള ആൾക്കാരിൽ ഞാനായിട്ട് തന്നെയാണ് നിൽക്കുന്നത്, ഞാൻ എല്ലാവരോടും നന്നായിട്ടാണ് നിൽക്കുന്നത്, എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ്, നാട്ടുകാർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളിൽ നിന്ന് മാറിയിട്ട് ഞാനിവിടെ ഗെയിം കളിക്കാനാണ് വന്നത്, ഞാൻ ഗെയിമാണ് കളിക്കുന്നത്, ആരും എന്നെ ഇവിടെ വിശ്വസിക്കേണ്ട കാര്യമില്ല, എൻ്റെ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് ഞാൻ ബിഹേവ് ചെയ്യുക എന്നൊക്കെ വാ തുറന്ന് പറഞ്ഞിട്ടുള്ള, ധൈര്യമായി പറഞ്ഞിട്ടുള്ള ഒരേ ഒരു പ്ലെയർ എന്ന് പറയുന്നത് നെവിനാണ്. സത്യം പറഞ്ഞാൽ ഞാനിവിടെ ഗെയിം കളിക്കാനാണ് വന്നത്, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഗെയിമാണ് എന്ന് നെവിൻ പറയുന്ന സമയത്താണ് കുറച്ചെങ്കിലും പ്രേക്ഷകർക്ക് അപ്പോൾ ഇത് ഗെയിമായിരുന്നല്ലേ എന്ന് ഓർമ്മ വരിക പോലും ചെയ്യുന്നത്. ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് നെവിൻ കൂടുതൽ ആൾക്കാരുടെയും ഉള്ളിലേക്ക് കയറുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം ഫുഡ് കട്ട് തിന്നുക എന്ന് പറയുന്ന കാര്യമാണ് അയാൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ പോലും അയാൾ അതിനൊരു രസത്തിൻ്റെ ഫാക്ടർ കൊണ്ടുവരുന്നുണ്ട്. അയാളുടെ ഒരു ക്യാരക്ടർ, അയാൾ സംസാരിക്കുന്ന കാര്യങ്ങൾ, അയാളുടെ സംസാര രീതി, ശരീരഭാഷ, അതുപോലെ അയാളുടെ പേഴ്സണൽ സ്റ്റോറി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ട് പ്രേക്ഷകരുമായിട്ട് വളരെയധികം കണക്റ്റ് ആവാൻ തുടക്കത്തിൽ തന്നെ നെവിന് പറ്റിയിട്ടുണ്ട്. മോഷ്ടിച്ച് ഭക്ഷണം കഴിക്കുക, പ്രത്യേകിച്ച് റേഷൻ കൊടുക്കുന്ന ഒരു സ്ഥലത്ത് മോഷ്ടിച്ച് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. അത് നെവിൻ മാത്രമല്ല അവിടെ ചെയ്യുന്നത്, പല രീതിയിൽ അത് ചെയ്യുകയും പ്രശ്നം ഉണ്ടാവുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ നെവിൻ്റെ ഈ ആഹാരം കട്ട് തിന്നുന്ന ശീലത്തിനെ ഇതുവരെയും പ്രതിരോധിക്കാനാവാത്തത് ആക്ച്വലി ആ ബിഗ് ബോസ് ഹൗസിലുള്ള മറ്റ് പ്ലെയേഴ്സിൻ്റെ തോൽവിയാണ്. അവിടെ ഈ കൂട്ടത്തിൽ നന്നായി കളിക്കാൻ അറിയാവുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് നെവിൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. നെവിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നെവിൻ പച്ചത്തെറി വിളിച്ച് വളരെ മോശമായി പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതി നമ്മൾ ഇതുവരെയും അധികം കണ്ടിട്ടില്ല. പ്രശ്നങ്ങളുണ്ടാവും, പ്രശ്നങ്ങളിൽ ഇടപെടും, നെവിൻ വളരെ സ്ട്രോങ് ആയി ഒച്ചത്തിൽ സംസാരിക്കും. ഇതൊക്കെ സംസാരിക്കുമ്പോഴും അയാൾക്ക് അയാളുടേതായിട്ടുള്ളൊരു സ്റ്റൈലുണ്ട്. ബേസിക്കലി ഈ ബിഗ് ബോസ് ഹൗസിലുള്ള മറ്റ് പ്ലെയേഴ്സിൽ നിന്നൊക്കെ വളരെ യുണീക്കായിട്ടുള്ളൊരു ക്യാരക്ടറും ഐഡൻറ്റിറ്റിയും ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാനും പ്രേക്ഷകരുടെ ഒക്കെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്ലെയർ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലെ മറ്റ് പ്ലെയേഴ്സിൻ്റെയൊക്കെ പേര് പറയാൻ പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയി കളിക്കുന്ന 1-2 പ്ലെയേഴ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ നെവിനിലേക്കാണ് പോവുക. മറ്റ് പല പ്ലെയേഴ്സിൻ്റെ പേര് പറയുന്നതിന് മുമ്പ് നെവിൻ്റെ പേര് പറയും. അതിൻ്റെ കാരണം അയാൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ യുണീക്കായിട്ടുള്ള ഒരു ഇംപ്രഷനാണ്. പിന്നെ അയാളുടെ ഹ്യൂമറസ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെയാണ്. ഏതൊരു സിറ്റുവേഷനിലും ഒരു ഫൺ ആംഗിളിൽ റിയാക്ട് ചെയ്യുക. അത് അയാൾ ദേഷ്യപ്പെടുന്ന പോലെയൊക്കെ സംസാരിക്കുന്നതായിരിക്കും, പക്ഷെ അപ്പോൾ പോലും അത് കേൾക്കാൻ രസമുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയില്ലേ, അവിടെയാണ് ഈ കുട്ടികളും നെവിൻ്റെ ആരാധകരായിട്ട് മാറുന്നത്. ഈ ഭക്ഷണം കട്ട് തിന്നുക എന്ന് പറയുന്നത് പോലെ പേഴ്സണൽ ബൗണ്ടറീസ് മനസ്സിലാക്കാൻ കുറച്ചും കൂടി നെവിൻ ശ്രമിക്കണം എന്നുള്ളതാണ് നെവിൻ്റെ ഇപ്പം ഷാനവാസിന് ചൂണ്ടിക്കാണിക്കാനെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായതിൻ്റെ കാരണം പേഴ്സണൽ ബൗണ്ടറീസ് തിരിച്ചറിയാതെ പോയിട്ടുള്ളതാണ്. ബട്ട് സ്റ്റിൽ അയാളൊരു നല്ല ഹ്യൂമൻ ബീയിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ഭക്ഷണം കട്ട് തിന്നുന്ന പരിപാടികളിൽ സ്റ്റക്ക് ആവാതെ കുറച്ചും കൂടി ഗെയിം ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ ആയിട്ടാണ് നെവിനെ നമ്മൾ വിലയിരുത്തുന്നത്. ഇപ്പം ആരൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ അയാളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും എൻഡ് ഓഫ് ദി ഡേ അയാളുടെ ഒരു ക്യാരക്ടർ കൊണ്ട് അതിനെ മറികടക്കാൻ അയാൾക്ക് സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടിയുള്ള ഒരു ഗെയിം അയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഒരു പക്ഷേ വലിയ പല പ്ലെയേഴ്സിനെയും, അതായത് ഈ കൂട്ടത്തിൽ തമ്മിൽ ഭേദം എന്ന് പറയുന്ന അല്ലെങ്കിൽ വലിയൊരു വോട്ട് ബാങ്ക് ഒക്കെ ഉള്ള പ്ലെയേഴ്സിനെ വരെ തട്ടിക്കളയാനുള്ള ഒരു സാധ്യത